നമസ്കാരം. മധുസൂദനൻ കുഞ്ഞപ്പിള്ളയുടെ ഒരു കഥ കേൾക്കാം. നിർണയം. അന്ന് അരുന്ധതിയുടെ കല്യാണമായിരുന്നു. അത് വലിയൊരു ആഘോഷമായിരുന്നു. അവളുടെ അമ്മ രാജശ്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും. എല്ലാ കാര്യത്തിലും മുന്നിലായി ശ്രീധരൻ മാമൻ. അരുന്ധതിക്ക് അവളുടെ അച്ഛനെ കണ്ടതായി ഓർമ്മയില്ല. വളർന്നു വലുതായപ്പോൾ അമ്മ വിളക്ക് വയ്ക്കുമ്പോൾ പറയുമായിരുന്നു, അച്ഛനെ നമസ്കരിക്ക്, എല്ലാ അനുഗ്രഹവും തരാൻ പ്രാർത്ഥിക്ക്. ചുവരിലെ ഹാരമിട്ട ചിത്രമായിരുന്നു അവളുടെ അച്ഛൻ. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രേമവിവാഹമായിരുന്നു. അതിനാൽ രണ്ടുപേരുടെയും ബന്ധുക്കളുമായി യാതൊരു സഹകരണവുമില്ല. അമ്മയ്ക്ക് സർക്കാർ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല. വീട്ടിൽ ആയി അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് അവളെ വളർത്താൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. ആയി അമ്മ അമ്മയുടെ ഓഫീസിനടുത്ത് തട്ടുകട നടത്തിയിരുന്ന തമിഴ് കടക്കാരൻ്റെ ഭാര്യയായിരുന്നു. പെട്ടെന്നൊരു ദിവസം കടക്കാരൻ മരിച്ചു. എനിക്കാരുമില്ലേ എന്ന് വിലപിച്ച ആയി അമ്മയെ രാജശ്രീ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു ജോലിക്കാരിയുടെ സ്ഥാനമല്ലായിരുന്നു, അമ്മയുടെ സ്ഥാനമായിരുന്നു. എങ്കിലും എല്ലാ മാസവും ശമ്പളമെന്ന രീതിയിൽ അവർക്ക് രാജശ്രീ പൈസ കൊടുക്കുമായിരുന്നു. അത് അടുത്ത പോസ്റ്റ് ഓഫീസിലിടും. അരുന്ധതിയുടെ കല്യാണം നിശ്ചയിച്ചതിൽ ഏറ്റവും സന്തോഷിച്ചത് ആയി അമ്മയായിരുന്നു. എന്നാൽ വിവാഹത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് രാത്രിയിൽ ഉറക്കത്തിൽ ആയി അമ്മയെ ദൈവം വിളിച്ചു. അടുത്ത പ്രഭാതത്തിൽ ആയി അമ്മയുടെ മോളെ എണീക്ക് എന്ന വിളി വന്നില്ല. ആയി അമ്മയുടെ സംസ്കാരം അവർ നടത്തി. അരുന്ധതിയാണ് അത് ആവശ്യപ്പെട്ടത്. കല്യാണം മാറ്റിവെക്കണം. അതിന് മുകുന്ദൻ്റെ വീട്ടുകാരും എതിർപ്പ് പറഞ്ഞില്ല. അതല്ല അവൾക്ക് അതിശയം, പോസ്റ്റ് ഓഫീസിൽ അരുന്ധതിയുടെ പേരാണ് അനന്തരാവകാശിയായി ആയി അമ്മ കൊടുത്തിരുന്നത്. പിന്നെ അവർക്ക് ആൺതുണയായി ശ്രീധരൻ മാമൻ. അദ്ദേഹമാണ് എല്ലാത്തിനും ഒരു സഹായം. രാജശ്രീക്ക് സ്വന്തമായി വീടുണ്ടാക്കാനും അരുന്ധതിയെ സ്കൂളിൽ ചേർക്കാനും കോളേജിൽ ചേർക്കാനും എല്ലാത്തിനും. ശ്രീധരൻ മാമനുമായി എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. അമ്മയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. ശ്രീധരൻ മാമൻ്റെ വീട് അങ്ങ് വടക്ക്. മാമൻ അവിവാഹിതനാണ്. അരുന്ധതിയെ മകളെ പോലെയാണ്. മാമൻ്റെ വകയിലും അവൾക്ക് വിവാഹത്തിന് സ്വർണ്ണം ഇട്ടു. അരുന്ധതിക്ക് അറിയാറായപ്പോൾ കൂട്ടുകാരികൾ പലരും അവളോട് ചോദിച്ചു, ശ്രീധരൻ മാമൻ ആരാ? അത് തൻ്റെ മാമനാണെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരികൾ കളിയാക്കി ചിരിച്ചു. ഒരു മാമൻ? അരുന്ധതി, നീ വെറും പൊട്ടിപ്പെണ്ണായിപ്പോയല്ലോ. അവരുടെ കളിയാക്കലിൽ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. അത് അന്ന് അവളുടെ അമ്മയോട് തീർത്തു. അമ്മേ, ശ്രീധരൻ മാമൻ ആരാ? എന്താണ് നമ്മളുമായി ബന്ധം? അമ്മ ആദ്യം കരയുകയാണ് ചെയ്തത്. സ്വന്തം മകൾ ചോദ്യം ചെയ്യുന്നത് അവർക്ക് സഹിച്ചില്ല. അവളെ വലിച്ചു കൊണ്ടുപോയി അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുൻപേ തൻ്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തു. എൻ്റെ മോളാണ് സത്യം. മുകളിലിരിക്കുന്ന നിൻ്റെ അച്ഛനാണ് സത്യം. ശ്രീധരൻ ചേട്ടനുമായി നീ വിചാരിക്കുന്ന മാതിരി ഒരു ബന്ധവുമില്ല. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. നിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. എന്തോ അതിനുശേഷം ശ്രീധരൻ മാമനെ കണ്ടില്ല. അരുന്ധതിയുടെ വീട്ടിലും വരാതായി. രാജശ്രീ എപ്പോഴും മൗനം. തൻ്റെ വാക്കുകൾ അമ്മയെ നോവിച്ചെന്നറിഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി. അന്ന് തൻ്റെ സുഹൃത്തിനെയും കൂട്ടി ശ്രീധരൻ മാമൻ്റെ വീട് കണ്ടുപിടിച്ചു. മുറ്റത്ത് ചെടികൾക്ക് വെള്ളമൊഴുക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ മാമന് സന്തോഷമായി. ആരാ ഇത്? വാ മോളെ, കയറി വാ. വീട് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടോ? അരുന്ധതി, അത്ര പ്രയാസപ്പെട്ടില്ല. മാമനെ ഇവിടെ എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ടി കോഫി തയ്യാറാക്കി. മാമൻ വളർത്തുന്ന ലവ് ബേഡ്സിനെ കാണിച്ചു തന്നു. അദ്ദേഹം വളരെ സന്തോഷവാനായി തോന്നി. നാവിൻ തുമ്പത്ത് 1-2 പ്രാവശ്യം മാപ്പ് പറയണമെന്ന് തോന്നിയതാ. വാക്കുകൾ പുറത്തു വന്നില്ല. വരാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നോക്കി പറഞ്ഞു, ശ്രീധരൻ മാമൻ വീട്ടിൽ വരാതിരിക്കരുത്. ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? അതിന് അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. ഓട്ടോ സ്റ്റാൻഡ് വരെ അവരുടെ കൂട്ടത്തിൽ വന്നു. ഓട്ടോയിൽ കയറുന്നതിന് മുമ്പേ ഇത്ര മാത്രം പറഞ്ഞു, മോളെ, നീ അമ്മയെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കരുത്. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മയാണ്.
അതിനവൾക്ക് ഒരു മറുപടിയും ഇല്ലായിരുന്നു. അടുത്ത ദിവസം ശ്രീധരൻ മാമൻ വീട്ടിൽ വന്നതിൽ പിന്നെയാണ് സമാധാനമായത്. പെണ്ണിന് ഇറങ്ങാൻ സമയമായി. കല്യാണം കഴിഞ്ഞ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. വരൻ മുകുന്ദൻ്റെ കാറ് മുന്നിലെത്തി. അരുന്ധതി രാജശ്രീയിൽ നിന്ന് പിരിയേണ്ട സമയമായി. അമ്മയും മോളും കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗം കണ്ടു. എല്ലാവർക്കും വിഷമമായി. അത് എല്ലാ വീട്ടിലും കാണുന്ന രംഗം. അല്പം മാറി ശ്രീധരൻ മാമൻ നിൽക്കുന്നു. അരുന്ധതി അദ്ദേഹത്തിനടുത്ത് ചെന്ന് യാത്ര ചോദിച്ചു. അദ്ദേഹം അവളെ അനുഗ്രഹിച്ചു. എന്നിട്ട് എന്തോ അവളോട് പറഞ്ഞു. അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. തിരിഞ്ഞ് കാറിൽ കയറി. മുകുന്ദൻ്റെ കാറ് മുന്നോട്ട് നീങ്ങി. അവൻ ശ്രദ്ധിച്ചു, അരുന്ധതി എന്തോ ചിന്തയിലാണ്. സ്വാഭാവികം. വീട്ടിലെത്തി പുതുപ്പെണ്ണിനെ സ്വീകരിച്ചു, ആനയിച്ചു. കൂട്ടുകാരും ബന്ധുക്കളും ഒഴിഞ്ഞപ്പോൾ അരുന്ധതിയോട് മുകുന്ദൻ ചോദിച്ചു, ശ്രീധരൻ മാമൻ എന്താണ് അവളോട് പറഞ്ഞത്? അവരുടെ എല്ലാ കാര്യവും ഇതുവരെ ഉള്ളത് മുകുന്ദനോട് അരുന്ധതി പലപ്പോഴായി ഫോണിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ശ്രീധരൻ മാമൻ്റെ അരുന്ധതിയുടെ വീട്ടിലെ സ്വാധീനം അറിയാം. അരുന്ധതി, അത് ഞാൻ പിന്നെ പറയാം. മുകുന്ദൻ, അല്ല, ഇപ്പോൾ പറയണം. എന്തായാലും ശ്രീധരൻ മാമൻ്റെ അടുത്ത് സംസാരിച്ച ശേഷം അരുന്ധതിയുടെ മൂഡേ മാറി. ഇപ്പോൾ ഗ്ലൂമിയാണ്. അരുന്ധതി, അത് ഇനിയെങ്കിലും അമ്മയെ എനിക്ക് തന്നൂടെ? ഞാൻ കൊണ്ടുപോകട്ടെ എന്നാ ചോദിച്ചത്. അപ്പോൾ അരുന്ധതി എന്താ മറുപടി കൊടുത്തത്? മുകുന്ദൻ, അരുന്ധതി, ഞാനൊന്നും പറഞ്ഞില്ല. ഷോക്കായിപ്പോയി. ശ്രീധരൻ മാമന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഉണ്ടെങ്കിലും അമ്മ സമ്മതിക്കില്ല. മുകുന്ദൻ, അതെ, അതാണ് പറഞ്ഞത്. ഇയാൾക്ക് അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് നീ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. എന്നാൽ ഇപ്പോൾ അവർ ഒറ്റയ്ക്കാണ്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് അവർക്ക് ഉറങ്ങാൻ പറ്റുമെന്ന്. ഇനി ശ്രീധരൻ മാമയുടെ കാര്യം ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കൂടെ ഒരു തണലായി ഇത്രയും കാലം വിവാഹം കഴിക്കാതെ നിന്നു. എങ്കിലും ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ മാന്യത വിട്ടോ? അങ്ങനൊരു സംഭവം ഇയാൾക്ക് ഓർമ്മയുണ്ടോ? അവരുടെ രണ്ടുപേരുടെയും നല്ല കാലം കഴിഞ്ഞു. ഇനി അവർക്ക് പരസ്പരം താങ്ങാവാൻ മാത്രമേ കഴിയൂ. അവരുടെ മനസ്ഥിതി ഇയാൾ കാണണമായിരുന്നു. എനിക്ക് അതൊന്നും മനസ്സിൽ വന്നില്ല. അരുന്ധതി പറഞ്ഞു. മുകുന്ദൻ, ഇന്ന് നമ്മുടെ രണ്ടുപേരുടെയും ആദ്യ രാത്രിയാണ്. നമ്മുടെ ജീവിതത്തിന് തൊട്ട് ഇങ്ങനെ രണ്ടുപേരുടെ ജീവിതം ഊഞ്ഞാലിടുമ്പോൾ എനിക്ക് എന്തോ അത് കഴിയില്ല. ഇപ്പോൾ 10 മണി ആയി. അവർ രണ്ടുപേരും ഉറങ്ങിക്കാണില്ല. നീ ഇറങ്ങ പെട്ടെന്ന്. മുകുന്ദൻ കാർ ഇറക്കി. അമ്മ ചോദിച്ചു, മോനെ, ഇപ്പോൾ എങ്ങോട്ടാണ് രണ്ടുപേരും? ഓ, ചെറിയൊരു ഡ്രൈവ്, ഉടനെ വരാം അമ്മേ. അരുന്ധതി കാറിൽ കയറി. അവരുടെ കാറ് നീങ്ങി. റോഡുകൾ വിജനമായിരുന്നു. 20 മിനിറ്റിന് ശേഷം ആ കാറ് ശ്രീധരൻ മാമൻ്റെ വീട്ടിന് മുന്നിൽ നിന്നു. അവർ രണ്ടുപേരും വീട്ടിലോട്ട് നടന്നു. കോളിംഗ് ബെല്ല് അമർത്തേണ്ടി വന്നില്ല. ശ്രീധരൻ മാമൻ കതവ് തുറന്നു. ശ്രീധരൻ, നിങ്ങളെന്താ കുട്ടികളെ? നിങ്ങളെ ഇവിടെയല്ലല്ലോ കാണേണ്ടത്. അദ്ദേഹത്തിന് ആശ്ചര്യമായിരുന്നു. മുകുന്ദൻ, അതെ, വരേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു. ഇന്ന് അരുന്ധതിയോട് ഒരു ആവശ്യം പറഞ്ഞില്ലേ? അതിന് ഉത്തരം അവൾക്ക് തരാൻ കഴിഞ്ഞില്ല. എല്ലാം എനിക്കറിയാം. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാത്തിനും പ്രതീക്ഷിക്കാത്ത ഒരു അന്ത്യം, അത് അനിവാര്യമാണ്. ശ്രീധരൻ മാമൻ കാറിൽ ചെന്ന് അമ്മയെ കൊണ്ടുവരൂ. ശ്രീധരൻ മാമൻ വിസ്മയത്തോട് വായും പൊളിച്ച് നിന്നുപോയി. അയാൾ അരുന്ധതിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. വിരൽ കാറിലേക്ക് ചൂണ്ടി. ശ്രീധരൻ മാമൻ കാറിനടുത്തേക്ക് നടന്നു. പിൻവാതിൽ തുറന്നു. അപ്പുറത്തെ ജനാലിൽ കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന രാജശ്രീ. ശ്രീധരൻ, ഇപ്പോൾ മോളും സമ്മതിച്ചില്ലേ? ഇനി എന്താ തടസ്സം? ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. രാജശ്രീ മെല്ലെ തലതിരിച്ചു. അവരുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. ചെറിയൊരു പുഞ്ചിരി ചുണ്ടുകളിൽ തങ്ങിയിരുന്നു. ശ്രീധരൻ മാമൻ കൈനീട്ടി. ആ കൈത്തുമ്പിൽ പിടിച്ച് രാജശ്രീ കാറിന് പുറത്തിറങ്ങി. അത് കണ്ട് മുകുന്ദൻ പറഞ്ഞു, വരുവാൻ അരുന്ധതി, നമ്മുടെ കടമ തീർന്നു. ഇനി അവരായി അവരുടെ പാടായി. കാറിൽ കയറൂ. അമ്മ കാത്തിരിക്കുകയായിരിക്കും. അവരുടെ കാർ മുന്നോട്ടെടുത്തു. ശ്രീധരനും രാജശ്രീയും കൈവീശി മക്കളെ യാത്ര അയച്ചു. അവരുടെ കാറിൻ്റെ ലൈറ്റിലെ ചുവന്ന വെളിച്ചം
കണ്ണിൽ നിന്ന് മറയുന്നവരെ അവർ നോക്കി നിന്നു. മധുസൂദനൻ കുഞ്ഞമ്പിള്ള.